വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉലമാ ദിവസത്തിൻ്റെ 100 പ്രകാശ വർഷങ്ങൾ നമുക്കേവർക്കും അഭിമാനകരമായ ഒരു യാത്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ മതവിദ്യാഭ്യാസത്തിനും സാമൂഹിക സേവനത്തിനും ഡെഡിക്കേറ്റഡായ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിസ്മയകരമായ പരിശ്രമവും സമർപ്പണവും തെളിയിക്കുന്ന ഒരു കഥയും കൂടിയാണിത്. 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം എത്ര താൽപര്യാജനകമായിരുന്നു എന്നത് നാം ഇന്നും ഓർക്കുന്നു. 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ രൂപീകരണം നടന്നു. 1926 രൂപീകരിച്ച പാരമ്പര്യ സമസ്തയുടെ അഭിമാനകരമായ ഉയർപ്പിൻ്റെ വർഷം കൂടിയാണിത്. ഒരു പതിറ്റാണ്ടോളം നീണ്ട ഉപജാപങ്ങളിൽ നിന്നും മാർഗഭ്രംശങ്ങളിൽ നിന്നും രാഷ്ട്രീയ അധിനിവേശത്തിൽ നിന്നും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രസ്ഥാനം വിമോചിതമായ വർഷം. സമസ്ത അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും വീണ്ടെടുത്ത വർഷം കൂടിയാണിത്. രാഷ്ട്രീയത്തിൻ്റെ നഖക്കീഴിൽ നിന്നും മുക്തി നേടിയ വർഷം. ആരുടെയും തിട്ടൂരമില്ലാതെ സമസ്തക്ക് സ്വന്തം പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പാക്കി മുന്നോട്ടു പോകാൻ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയ വർഷം കൂടിയായിരുന്നു ഇത്. 1926 തുടർച്ചയിലെ ചരിത്ര നിമിഷം. പിന്നീട് 1927 താനുവിൽ ആദ്യ സമ്മേളനം നടന്നപ്പോൾ ഈ സ്ഥാപനം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പുതിയ ദിശയാക്കി. 1932 ജൂണിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി. അങ്ങനെ ഏറ്റവും വേദനിപ്പിക്കുന്നതായ കാര്യം 1932 അരങ്ങേറി. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് 1932 നടക്കുകയും ചെയ്തു. 1927 മുതൽ 1945 വരെ സമസ്തയുടെ കോൺഫറൻസുകളും സമ്മേളനങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക മതപരമായ വളർച്ചയ്ക്ക് പുതിയ കുതിപ്പുകൾ സമ്മാനിച്ചു. ശേഷം 1946 MA ഉസ്താദ് സമസ്തയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനസേവന രംഗത്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അങ്ങ് നടന്നു. 1947 MA ഉസ്താദ് മയ്യിത്ത് പരിപാലന സംഘം രൂപീകരിക്കുന്നതിലൂടെ ജനസേവന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ പ്രസ്ഥാനത്തെ ആളുകളൊക്കെ ഉറ്റുനോക്കുകയും ചെയ്തു. 1954 സമസ്തയുടെ 20ാം സമ്മേളനം താനൂരിൽ നടന്നപ്പോൾ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകരണത്തിന് തുടക്കം വന്നു. SYS 1954 ഏപ്രിൽ 25 സമസ്തയുടെ താനൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് നവറല്ലാഹു മർഖദഹു സമസ്തയുടെ ബഹുജന യുവജനാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പറവണ്ണ മുഹീദ്ദീൻ മുസ്ലിയാരും പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും അതിനെ ശക്തിയായി പിന്താങ്ങി ചർച്ച സജീവമാക്കി. ഒരു ബഹുജന യുവജന സംഘം എന്ന ആശയം പൊതുവെ അംഗീകരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അതേ വർഷം തന്നെ റമളാൻ 17, അതായത് 1954 മെയ് റമളാൻ 17 കോഴിക്കോട്ടെ അൻസാറുൽ മുസ്ലിമീൻ സംഘം ഹാളിൽ ഒരു ബഹുജന യുവജന കൺവെൻഷൻ നടന്നു. അതിൽ വെച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകൃതമായി. പിന്നീട് ബഹുജന സംഘവും രൂപീകരിച്ചു. യുവജന സംഘം ബി കുട്ടി ഹസൻ ഹാജി പ്രസിഡന്റും KM മുഹമ്മദ് കോയ മാത്തോടം ജനറൽ സെക്രട്ടറിയുമായിരുന്നു. 1959 ആദ്യ പുനഃസംഘടന നടന്നത്. സുപ്രസിദ്ധ വാഗ്മി പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റും ബി കുട്ടി ഹസൻ ഹാജി ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന കമ്മിറ്റിയുടെ കാലത്താണ് സംഘടനയുടെ ഭരണഘടന തയ്യാറായത്. പൊതുസമ്മേളനത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുകയും സഹകരിച്ച് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വ്യത്യസ്ത കാലങ്ങളിൽ നടന്ന പുനഃസംഘടനകളിൽ പ്രഗത്ഭമതികളായ ഉലമാ ഉമറ നേതൃത്വം സംഘടനയെ മുന്നോട്ട് നയിച്ചു. 1970 സമസ്തയുടെ ജില്ലാ താലൂക്കുകൾ രൂപീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം പകർന്ന സേവനത്തിന്റെ പരിധി അങ്ങ് വ്യാപിക്കുകയും ചെയ്തു. SSF കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ,
കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത സഭയായ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം വിദ്യാർത്ഥി സംഘടനയാണ് കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ധാർമ്മിക വിപ്ലവം എന്നാണ് സംഘടനയുടെ മുദ്രാവാക്യം. 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ച് രൂപം കൊണ്ട സംഘടനയ്ക്ക് ഇന്ന് കേരളത്തിൽ 6000-ലധികം യൂണിറ്റുകളുണ്ട്. കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ് സെന്ററാണ് ഈ സംഘടനയുടെ ആസ്ഥാനം. 14 ജില്ലാ കമ്മിറ്റികൾക്ക് പുറമെ കേരളത്തിനു പുറത്ത് നീലഗിരി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മുംബൈ, ലക്ഷദ്വീപ്, കാശ്മീർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലും സംഘടനയ്ക്ക് കമ്മിറ്റികളുണ്ട്. ആകെ 20-ലധികം സംസ്ഥാനങ്ങളിൽ സംഘടന പ്രവർത്തിക്കുന്നു. ദേശീയ തലത്തിൽ സംഘടനയുടെ രൂപം MSO അഥവാ മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രവാസ ലോകത്ത് സംഘടനയുടെ ഘടകം റിസാല എന്ന പേരിലും പ്രവർത്തിക്കുന്നു. 1962 മതവിദ്യാഭ്യാസത്തിൽ ഉന്നത ബിരുദം നൽകുന്ന അറബിക് കോളേജിന് സമസ്ത അംഗീകാരം നൽകുകയുണ്ടായി. ശേഷം 1966 ഏവരെയും നടക്കുന്നതായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഷംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ വഫാത്താവുകയും ചെയ്തു. ശേഷം 1974 സമസ്ത മുഷാവറ അംഗമായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തു വന്നു. 1982 സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ സമസ്തയുടെ ചരിത്രം ഒരു പുതിയ മധുരം കണ്ടു. 1997-ലും 2004-ലും 2010-ലും 2013-ലും 2017-ലുമൊക്കെ ഈ സമസ്തയുടെ സമ്മേളനങ്ങൾ സാമൂഹികവും മതപരവുമായ വമ്പൻ ദിശാബോധം നൽകി. ഇന്ന് നാം ഈ വിസ്മയകരമായ ചരിത്രത്തിന്റെ ഒരു ചുവട് ചാടുമ്പോൾ നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ വിശാലമായ നേട്ടങ്ങളും അതിൻ്റെ പ്രവർത്തകന്മാരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ആത്മാർത്ഥ പ്രവർത്തനങ്ങളും ഓർക്കണം. മുസ്ലിം സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള ഈ തനതായ യാത്രയിൽ എല്ലാ അംഗങ്ങളുടെയും നേതാക്കളുടെയും പഠിതാക്കളുടെയും പ്രവർത്തകരുടെ അനുഷ്ഠാനങ്ങളും സമർപ്പണവും എല്ലാം മൂല്യവർത്തായിരിക്കണമെന്നും ഈ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയും വളർച്ചയും ഉറപ്പാക്കുന്നു. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.